നമസ്കാരം. തിമിംഗലങ്ങൾ തുടരെ ചത്തു പൊങ്ങുകയാണ്. 20 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന വലിയ ദുരന്ത സൂചന മുന്നറിയിപ്പാണോ ഈ തിമിംഗലങ്ങൾ ഇത്തരത്തിൽ ചത്തു പൊങ്ങുന്നത് എന്നുള്ളൊരു സംശയം പലരിലും ഉദിക്കുന്നു. കാരണം പലപ്പോഴും എന്തെങ്കിലും ദുരന്തമുണ്ടാകാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഇത്തരത്തിൽ ജീവജാലങ്ങൾ അസ്വാഭാവികമായി പലയിടങ്ങളിലും ചത്തു പൊങ്ങാറുണ്ട്. അസ്വാഭാവിക രീതിയിൽ അവർ പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മനുഷ്യരെക്കാൾ ശ്രവണശേഷിയും അല്ലെങ്കിൽ പ്രകമ്പനം അറിയാനുള്ള കഴിവുമൊക്കെ ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഭൂകമ്പം വരാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് ജീവജാലങ്ങൾ പരിഭ്രാന്തരായി ഓടുന്നതും കടലിന് അടിത്തട്ടിൽ ജീവിക്കുന്ന ഓർ മത്സ്യങ്ങൾ കടലിന് മുകളിലേക്ക് വരുന്നതുമൊക്കെ അതുകൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ദുരന്ത സൂചനയാണോ തുടരെ ഉണ്ടാകുന്ന ഈ തിമിംഗലങ്ങളുടെ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നൽകുന്ന സൂചന എന്നുള്ളൊരു പേടിയാണ് ഇപ്പോൾ പല ജനങ്ങളിലുമുള്ളത്. എന്തായാലും ഇതെല്ലാം വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ എന്താണ് യഥാർത്ഥത്തിൽ തിമിംഗലങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അറബിക്കടലിൽ തീരങ്ങളിൽ തിമിംഗലങ്ങൾ ചത്ത് അടിയുന്നത് വർദ്ധിച്ചു എന്നുള്ള കണക്കുകളാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള CMFRI രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒമാനിലെ അഷ്ഖാര ബീച്ചിലെ ഇത്തരത്തിലൊരു തിമിംഗലം ചത്ത നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. തീരത്തടിഞ്ഞ നിലയിലാണ് ചത്ത തിമിംഗലത്തെ പിന്നീട് ശ്വാസം മുട്ടിയാണ് തിമിംഗലം ചത്തതെന്ന പ്രാഥമിക പരിശോധനയിലെ വെളിപ്പെടുത്തലും പുറത്തുവന്നു. ഒമാനിലെ പാരിസ്ഥിതിക അതോറിറ്റിയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നത്. ഇത്തരത്തിൽ കേരള തീരത്തും ഉൾപ്പെടെ നിരവധി തിമിംഗലങ്ങൾ ചത്തുപോകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ ചത്ത തിമിംഗലങ്ങളുടെ എണ്ണത്തിൽ 10 മടങ്ങ് വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2004 to 2013 കാലയളവിൽ പ്രതിവർഷം 0.3% ഈ മരണനിരക്കെന്നാണ് വിവരം. 2013 മുതൽ 2023 കാലയളവായപ്പോൾ പ്രതിവർഷം 3% ഇത് കുത്തനെ കൂടിയെന്നാണ് പഠനങ്ങളിൽ വ്യക്തമാകുന്നത്. കേരള, കർണാടക, ഗോവ തീരങ്ങളിൽ തിമിംഗലങ്ങൾ ഏറ്റവും കൂടുതൽ ചത്തടിയുന്നുണ്ട്. ഉയർന്ന അളവിലുള്ള കപ്പൽ ഗതാഗതം, മത്സ്യബന്ധനം, പാരിസ്ഥിതിക ഘടകങ്ങൾ, ആഴം കുറഞ്ഞ തീരക്കടൽ എന്നിവയാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് ആക്കം കൂട്ടുന്നതെന്നാണ് പ്രാഥമിക സൂചന. കടലിലെ ശബ്ദ മലിനീകരണം, കപ്പൽ അപകടങ്ങൾ, ആവാസ കേന്ദ്രങ്ങളുടെ തകർച്ച എന്നിവയും തിമിംഗലങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയായി മാറുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ശ്രദ്ധയും ഉയർന്ന പൗരബോധവും ചത്തടിയുന്ന സംഭവങ്ങൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഇടയാക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ബ്രൈറ്റ്സ് തിമിംഗലങ്ങളാണ് കൂടുതലായി ഇത്തരത്തിൽ തീരത്തടിയുന്നത്. 2023 മാത്രം 9 തിമിംഗലങ്ങൾ ഇത്തരത്തിൽ ചത്തിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. ഓഗസ്റ്റ്, നവംബർ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിമിംഗലങ്ങൾ ഇത്തരത്തിൽ മരണപ്പെട്ടതായി കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് ഇത് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. കാലവർഷത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരക്കടലുകളിലെ ഉയർന്ന ഉൽപാദനക്ഷമത മത്സ്യങ്ങളുടെ വർധനവിന് സഹായകരമാകും. ഇതിനെ ലക്ഷ്യം വച്ച് തീരക്കടലിലേക്ക് നീങ്ങുന്ന തിമിംഗലങ്ങൾ പലപ്പോഴും കരയോട് ചേർന്ന് ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ കുടുങ്ങുകയോ കരയ്ക്കടിയുകയോ ചെയ്യുന്നതാണ് പതിവെന്നാണ് റിപ്പോർട്ട്. ഇതോടൊപ്പം പ്രക്ഷുബ്ധമായ കടൽ കാരണം ദിശയറിയാനുള്ള ശേഷി നഷ്ടപ്പെട്ട എത്തിപ്പെടുന്ന മൺസൂൺ സമയത്ത് തിമിംഗലങ്ങൾ ചത്ത് പൊന്തുന്ന സാഹചര്യവും കൂടുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സമുദ്രോപരിതല താപനില കൂടുന്നതും തിമിംഗലങ്ങളുടെ വിനാശയ്ക്ക് കാരണമാകുന്നുണ്ട്. താപനില വർദ്ധിക്കുന്നത് മൂലം സമുദ്ര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ തിമിംഗലങ്ങൾ തീരക്കടലുകളിലേക്ക് ഒഴുകിപ്പോകാൻ ഇടവരുത്തുന്നുണ്ട്. ശക്തമായ ഒഴുക്ക് പരിക്കേറ്റതും ചത്തതുമായ തിമിംഗലങ്ങളെ തീരങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നു. CMFI പഠനങ്ങളാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ സമുദ്ര സസ്തനികളുമായി ബന്ധപ്പെട്ട ദേശീയ ഗവേഷണ പ്രൊജക്ടിന് കീഴിൽ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ രതികുമാറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പഠനം നടത്തിയത്. ഈ ഗുരുതരമായിട്ടുള്ള സാഹചര്യം നേരിടുന്നതിന് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ രീതിയിലുള്ള സംരക്ഷണ പദ്ധതികൾ വേണമെന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. തത്സമയ മുന്നറിയിപ്പുകളും തിമിംഗല സംരക്ഷണ ശൃംഖലകളും ആവശ്യമാണ് എന്നും പഠനങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകൽ, വിവര ശേഖരണത്തിന് സിറ്റിസൺ സയൻസ് എന്നിവയും അനിവാര്യമാണെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ പഠനം വിശദീകരിക്കുന്ന ഗവേഷണ പ്രബന്ധം റീജിയണൽ സ്റ്റഡീസ് ഇൻ മറൈൻ സയൻസ് എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തായാലും മനുഷ്യരുടെ ചില രീതികളും ഇത്തരത്തിൽ തിമിംഗലങ്ങളുടെ ഏറ്റവും വലിയ നാശത്തിന് വിനാശകരമായി മാറുന്നു എന്തോ യാഥാർത്ഥ്യമാണ്. കാരണം
പലപ്പോഴും മത്സ്യബന്ധനത്തിനും മറ്റ് കടൽ ടൂറിസത്തിനും ഒക്കെ പോകുന്ന ആളുകൾ അവരുപയോഗിക്കുന്ന വസ്തുക്കൾ അതുപോലെ തന്നെ കടലിലേക്ക് വലിച്ചെറിയുന്നു. വലിയ കീറിയ വലകളൊക്കെ അതുപോലെ തന്നെ കടലിലേക്ക് വലിച്ചെറിയുന്നു. അതൊക്കെ ഇത്തരത്തിൽ തിമിംഗലങ്ങൾ ഉൾപ്പെടെ ചത്തുപൊങ്ങാനുള്ള കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെങ്കിൽ, ദുരന്തങ്ങൾ ഒഴിവാക്കണമെങ്കിൽ മനുഷ്യൻ കൂടെ വിചാരിക്കണം എന്നുള്ള ഒരു സൂചന തന്നെയാണ് പഠനങ്ങൾ പോലും നൽകുന്നത്.